1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ 51ഓളം മുറിവുകളേൽപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുവാനായി കൂട്ടുനിന്ന നീ ഒരു അമ്മയാണോ? നിന്നെയൊക്കെ എങ്ങനെ അമ്മ എന്നു പറയുവാൻ കഴിയും? 10 മാസം ചുമന്നു നൊന്തു പ്രസവിച്ച ഒരു അമ്മയാണെങ്കിൽ നിനക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു? നിന്റെ കുഞ്ഞിനെ ഇല്ലാതെയാക്കിയിട്ട് അവനോടൊപ്പമുള്ള ജീവിതം നിനക്ക് എത്ര കാലം? അവന്റെ ആവശ്യങ്ങൾ കഴിയുന്നത് വരെ മാത്രം. അത് കഴിഞ്ഞാൽ നാളെ നിന്റെ അവസ്ഥയും ഇതേപോലെ ആയിരിക്കുമെന്ന് നീ ഒരു നിമിഷം ചിന്തിച്ചില്ലല്ലോ. എടുത്തു ചാടി പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് വരാൻ പോകുന്ന പല കാര്യങ്ങളും ചിന്തിക്കണം. ഒരു കുഞ്ഞിനെ ഇല്ലാതെയാക്കിയിട്ട് നിങ്ങൾ ഏത് കൊട്ടാരത്തിൽ പോയി ഒളിച്ചാലും നിങ്ങളെ പിടിക്കില്ല, നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം എന്നു കരുതിയെങ്കിൽ അതും നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഒരാളെയും ഇല്ലാതെയാക്കിയിട്ട് എവിടെയും പോയി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പല ന്യൂസുകളിലും ഇതിനു മുമ്പ് കണ്ടതാണ്. കുഞ്ഞിനെയും അതേപോലെ പലവരെയും ഇല്ലാതെയാക്കിയിട്ട് ജീവിക്കാൻ പോയവരെയൊക്കെയും പൊക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും എങ്ങനെ ഈ പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നു? നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നു? നിനക്കൊക്കെ അറിഞ്ഞൊരു കുഞ്ഞിനെ തന്നപ്പോൾ അതിനെ ഇല്ലാതെയാക്കിയിട്ട് നീ ജീവിതം ആഗ്രഹിച്ചു. എന്നാൽ പല മാതാപിതാക്കൾക്കും കുഞ്ഞില്ലാതെ അവർ പല അമ്പലങ്ങളിലും പള്ളികളിലും നേർച്ചകൾ നേർന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നുണ്ട്, കണ്ണുനീരൊഴുക്കിയിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണുവാനായിട്ട്. അവർക്കേ അറിയുള്ളൂ ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദനയും സങ്കടവും എന്തെന്ന്. നിനക്ക് ദൈവം അറിഞ്ഞു തന്നപ്പോൾ ആ കുഞ്ഞിനെ ഇല്ലാതെയാക്കിയിട്ട് നീ ആഗ്രഹിച്ചത് നിന്റെ ഒരു സുഖജീവിതം. എന്നിട്ട് നിനക്കിപ്പോൾ എന്ത് കിട്ടി? ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിതകാലം മുഴുവനും പുറം ലോകം കാണാതെ ജയിലിനുള്ളിലായിരിക്കണം നിങ്ങളുടെ വാസം, നിങ്ങളുടെ സുഖജീവിതം. അതിൻ്റെ ഉള്ളിലാകട്ടെ. നിങ്ങൾ സുഖജീവിതമല്ലേ ആഗ്രഹിച്ചത്? ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തിന് ജീവിതം? ഇനി ഒരിക്കലും നിങ്ങളെ പുറം ലോകം കാണിക്കരുത്. നിങ്ങളുടെ ജീവിത അവസാനം വരെയും ജയിലിനുള്ളിൽ തന്നെ ആകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ വരെ ഇല്ലാതെയാക്കി ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് എന്തിന് ജീവിതം? നിങ്ങൾ ജയിലിന്റെ ഉള്ളിൽ ജീവിതകാലം മുഴുവൻ സുഖിച്ച് ജീവിക്കി. രണ്ടുപേരും അവിടെ ഉണ്ടല്ലോ, സുഖിച്ച് ജീവിക്കി. അതാണ് നിങ്ങൾക്ക് നല്ലത്. എന്തായാലും ഇങ്ങനെ ഒരു ക്രൂരത ഇനിയെങ്കിലും ആരും ചെയ്യാതിരിക്കുക ദയവ് ചെയ്തിട്ട്. പല ന്യൂസുകളിലും കാണുന്നതാണ് ഇതേപോലെയുള്ള വാർത്തകൾ. ഇനിയെങ്കിലും ഇതേപോലെയുള്ള ഒരു വാർത്ത ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേഷനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പരസ്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പും ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.